നമുക്കിന്ന് കർക്കടക മാസത്തെയും കർക്കടക മാസത്തിൻ്റെ സവിശേഷതകളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാം. കർക്കിടകമോ അതോ കർക്കടകമോ? ഇത് തന്നെയാണ് ശരിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ചില വാക്കുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് തെറ്റായിരിക്കും. ഇങ്ങനെ ശരിയാണെന്ന ഉറച്ച വിശ്വാസത്തിൽ തെറ്റി ഉച്ചരിക്കുന്ന ഒരു വാക്കാണ് കർക്കിടകം. എന്നാൽ ശരിയായ പദം കർക്കടകമാണ്. കർക്കടകമെന്നാൽ ഞണ്ടെന്നും കർക്കടകരാശിയെന്നും അർത്ഥമുണ്ട്. കർക്കടകരാശി ആകാശത്ത് ഞണ്ടിൻ്റെ രൂപത്തിൽ ദൃശ്യമാകും. സൂര്യൻ കർക്കടക മാസത്തിൽ ഈ രാശിയിലൂടെ സഞ്ചരിക്കുന്നതായി അനുഭവപ്പെടുന്നു. കൊല്ലവർഷത്തിലെ 12ാമത്തെ മാസമാണ് കർക്കടകം. കർക്കടകം വീണ്ടുമെത്തി. പുതിയ തലമുറ കാണാത്ത കർക്കടകം ഇങ്ങനെയാണ്. കർക്കടം ദുർഘടം എന്നാണ് പൊതുവെ ചൊല്ല്. പഴമക്കാരുടെ കർക്കടകത്തിലെ ദുരിതം പുത്തൻ തലമുറ കണ്ടിട്ടില്ല. അന്നത്തെ ജീവിതചര്യയും അന്യമായിരുന്നു. കർക്കടകമെന്ന് കേൾക്കുമ്പോൾ പഴയ തലമുറയുടെ മനസ്സിൽ തെളിയുന്നത് ഇല്ലായ്മയുടെയും വറുതിയുടെയും ചിത്രമാണ്. അതുകൊണ്ടാണ് കർക്കടകത്തിന് പഞ്ഞമാസം എന്ന പേര് ലഭിച്ചത്. കർഷകർക്കായിരുന്നു ദുരിതം കൂടുതൽ. കനത്ത മഴയും കാറ്റും പ്രതീക്ഷകളെ ചവിട്ടിയരച്ചുകൊണ്ട് കടന്നുപോകും. ഞാറ്റുവേലയ്ക്ക് വിതച്ച വിത്ത് നശിക്കാതെയും വിളവ് നശിക്കാതെയും കാക്കാൻ കർഷകർ ഉറക്കമിളിച്ചിരിക്കുന്ന മാസം. പരമ്പരാഗത തൊഴിൽ ചെയ്തിരുന്നവരുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. കർഷകൻ്റെ കൃഷിയിലെ ആദായവും സാധാരണക്കാരുടെ പ്രതീക്ഷകളുമെല്ലാം മഴവെള്ളത്തിൽ ഇല്ലാതാകും. ജോലിയില്ലാത്ത അവസ്ഥ പട്ടിണിയിൽ ചെന്ന് അവസാനിക്കും. പഴമക്കാർ പറയും, കർക്കടകത്തിൽ ഇടിവെട്ടിയാൽ കരിങ്കലിനും ദോഷമെന്ന്. എങ്കിലും പൊൻചിങ്ങത്തിനുള്ള പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് കൂടിയായിരുന്നു കർക്കടകം. കാലം ഒരുപാട് മാറി. മനുഷ്യരെയും ജന്തുജാലങ്ങളെയും കാലാവസ്ഥയെയും മാത്രമല്ല, കാലാവസ്ഥ വ്യതിയാനവും ബാധിച്ചിരിക്കുന്നത് കർക്കടകത്തെയും കൂടിയായി. മഴ കുറഞ്ഞു. വേനലിൽ മഴയും മഴക്കാലം വെയിൽ കൊണ്ടും സമ്പുഷ്ടമായി. കർക്കടകത്തിൽ മഴ പെയ്യുമെന്നോ ചിങ്ങത്തിൽ വസന്തം വിരിയുമെന്നോ ഉറപ്പിച്ചു പറയാൻ കഴിയാതെയായി. എങ്കിലും ചില കർക്കടക കാഴ്ചകൾ ഇപ്പോഴുമുണ്ട്. എന്നാൽ മിക്കതും പുതുതലമുറയ്ക്ക് പരിചയമില്ലാത്തവയാകും. കർക്കടക ശാസ്ത്രം ഭൂമിയുടെ ചലനവുമായി ബന്ധപ്പെടുത്തുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതായി കണക്കാക്കിയാണ് ഉത്തരായനം, ദക്ഷിണായനം എന്നിവ നിയന്ത്രിക്കുന്നത്. സൂര്യൻ്റെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ഈ സഞ്ചാരത്തെ, സ്ഥാനമാറ്റത്തെ ഉത്തരായനമെന്നും വടക്കു നിന്ന് തെക്കോട്ടുള്ള സഞ്ചാരത്തെ ദക്ഷിണായനമെന്നും പറയുന്നു. വർഷത്തിൽ 2 തവണ മാത്രമാണ് സൂര്യൻ കൃത്യമായി കിഴക്കുദിശയിൽ ഉദിക്കുന്നത്. മറ്റു ദിവസങ്ങളിലെല്ലാം കിഴക്കേ ചക്രവാളത്തിൽ തന്നെ അല്പം തെക്കോട്ടോ വടക്കോട്ടോ മാറിയായിരിക്കും സൂര്യൻ്റെ ഉദയം. ദക്ഷിണായനവും ഉത്തരായനവും മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം ആരംഭിക്കുന്ന തീയതിയാണ് കർക്കടകം 1. ജ്യോതിഷപ്രകാരം സൂര്യൻ കർക്കടക രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം. പഞ്ഞമാസം, രാമായണമാസം എന്നീ പേരുകളിലും കർക്കടക മാസം അറിയപ്പെടുന്നുണ്ട്. കനത്ത മഴ, ആരോഗ്യ പ്രശ്നങ്ങൾ, കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ ഏറുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയാണ് കർക്കടകം പഞ്ഞമാസം എന്നും അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചത്. ദക്ഷിണായനകാലം ആരംഭിക്കുന്നത് കർക്കടകത്തിലാണ്. ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കടകം. ദേവസന്ധ്യ എന്നും വിശേഷിപ്പിക്കാം. ഈ ദേവസന്ധ്യയിൽ രാമനാമങ്ങൾ ചൊല്ലുന്നത് നല്ല ഫലങ്ങൾ നേടിത്തരും. വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ മാസം കൂടിയാണ് കർക്കടകം. മനുഷ്യ ശരീരത്തിൽ ദഹനപ്രക്രിയ കുറവുള്ള മാസമാണിത്. ആയതിനാൽ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുക. കർക്കടകത്തിൽ എണ്ണ തേച്ചുള്ള 2 നേരത്തെ കുളി വളരെ പ്രാധാന്യമേറിയതാണ്. അരിയാഹാരം ഉപേക്ഷിച്ച് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിക്കുക. നിങ്ങൾക്ക് കഴിയുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഫലപ്രദമാണ്. കർക്കടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുൻപിൽ നിത്യവും 2 മുതൽ 7 വരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ദീപം തെളിയിച്ച് വടക്കോട്ടിരുന്ന് രാമായണ പാരായണം നടത്തുക. കൂടാതെ ഏറെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് നാലമ്പല ദർശനം. ദശരഥപുത്രന്മാരായ ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയപ്പെടുന്നത്. 4 ക്ഷേത്രങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിലൂടെ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും രക്ഷ നേടാനാകുമെന്നാണ് വിശ്വാസം. നാലമ്പല ദർശനം. സകല ദുരിതവും നീക്കാൻ നാലമ്പല ദർശനം നടത്താം. കർക്കടക മാസത്തിൽ രാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഐശ്വര്യപ്രദമാണ്.
കേരളത്തിൽ 4 സ്ഥലങ്ങളിൽ 4 അമ്പലങ്ങൾ ഉണ്ട്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയുമാണ് പ്രധാനപ്പെട്ടത്. തൃശ്ശൂർ, എറണാകുളം ജില്ലകളിലായി കിടക്കുന്ന തൃപ്രയാർ ശ്രീരാമക്ഷേത്രം, ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രം, തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, അമനകര ഭരതസ്വാമി ക്ഷേത്രം, കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളും 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. കോട്ടയം, എറണാകുളം ജില്ലകളിലെ പഴയ വേണാട് ബ്രാഹ്മണ ഗ്രാമത്തിലെ തിരുമറയൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, മമ്മലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, ഭരതപ്പള്ളി ഭരതസ്വാമി ക്ഷേത്രം, മേമുറി ഭരതസ്വാമി ക്ഷേത്രം, മൂലക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. മലപ്പുറം ജില്ലയിലെ രാമപുരം ശ്രീരാമക്ഷേത്രം, വറ്റല്ലൂർ ചൊവ്വണയിൽ ഭരതക്ഷേത്രം, പുഴക്കാട്ടിരി പനങ്ങാങ്ങര ലക്ഷ്മണക്ഷേത്രം, നാറാണത്ത് തെക്കേടത്ത് മനയിൽ ശത്രുഘ്ന ക്ഷേത്രം. ഈ ക്ഷേത്രങ്ങൾ നാശാവസ്ഥയിലാണ്. കർക്കിടക ചികിത്സ. ആയുർവേദ വിധിപ്രകാരം കർക്കിടക മാസം ഔഷധ സേവനം നടത്തുന്നത് ഉത്തമമാണ്. ആയുർവേദത്തിലെ പഞ്ചകർമ്മങ്ങൾ എന്നറിയപ്പെടുന്ന ചികിത്സകളാണ് കർക്കിടക ചികിത്സയെന്ന് അറിയപ്പെടുന്നത്. വമനം, വിരേചനം, വസ്തി, നസ്യം, രക്തമോക്ഷം ഇവയാണ് പഞ്ചകർമ്മ ചികിത്സകൾ. ഇലക്കിഴി, അഭ്യംഗം, പിഴിച്ചിൽ, ഞവരക്കിഴി തുടങ്ങിയവ ചികിത്സയുടെ ഭാഗമാണ്. കർക്കിടകത്തിൽ ചികിത്സ ചെയ്യുന്നത് ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം. അതിനാൽ കൃത്യമായി എല്ലാ വർഷവും കർക്കിടക ചികിത്സ ചെയ്യുന്നവരുണ്ട്. പുതുതായി വരുന്ന സുഖചികിത്സാ കേന്ദ്രങ്ങളിലും ആയുർവേദ കേന്ദ്രങ്ങളിലുമെല്ലാം കർക്കിടക ചികിത്സ ലഭ്യമാണ്. കർക്കിടക കഞ്ഞി. പഞ്ഞമാസത്തിൽ പാടത്തും പറമ്പിലുമുള്ള ഔഷധച്ചെടികൾ പറിച്ചെടുത്ത് ഔഷധ കഞ്ഞിക്കുള്ള കൂട്ട് തയ്യാറാക്കുമായിരുന്നു പഴയ തലമുറ. ശരീരത്തിന് എന്തു നൽകിയാലും ഫലം ലഭിക്കുന്ന മാസമായതിനാൽ ഔഷധം കഴിക്കാൻ നല്ല സമയവും കർക്കിടകം തന്നെ. ഞവര അരിയാണ് ഇതിൽ പ്രധാനം. കൂടെ ജീരകം, തിരുതാളി, ഉഴിഞ്ഞി, ബല, അതിബല, ചതുർജതം, ജാതിക്ക, ധനകം, കലസം, അസള്ളി, ശതകുപ്പ, മഞ്ഞൾ, കക്കൻകായ എന്നിവ പാലിലോ തേങ്ങാപ്പാലിലോ തിളപ്പിച്ച് ഉപ്പും ശർക്കരയും ചേർക്കുന്നതാണ് കർക്കിടക കഞ്ഞി. കുറഞ്ഞത് 7 ദിവസമെങ്കിലും ഔഷധക്കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്കുന്ന ദിവസങ്ങളിൽ പഥ്യം പാലിക്കണമെന്നത് നിർബന്ധമാണ്. ചായ, ഇറച്ചി, മീൻ, മദ്യപാനം, സിഗരറ്റ് വലി തുടങ്ങിയവ ഒഴിവാക്കണം. കഞ്ഞി കുടിച്ച് തുടർന്നുള്ള കുറച്ച് നാളുകളും ഈ പഥ്യം പാലിക്കേണ്ടതാണ്. 7 ദിവസമാണ് കഞ്ഞി കുടിക്കുന്നതെങ്കിൽ 14 ദിവസം പഥ്യം പാലിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഔഷധക്കഞ്ഞി എപ്പോഴും അത്താഴമാക്കുന്നതാണ് നല്ലത്. കർക്കിടക വാവ്. കർക്കിടകത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ്. ഹൈന്ദവ ആചാരപ്രകാരം ഈ ദിവസം ബലിതർപ്പണത്തിന് പ്രസിദ്ധമാണ്. ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന സവിശേഷകരമായ കർമ്മമാണ് പിതൃതർപ്പണം. കർക്കിടക വാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത്. ജൂലൈ 24-നാണ് ഇക്കുറി കർക്കിടക വാവ്. ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറനണിഞ്ഞ് മരിച്ച് മൺമറഞ്ഞുപോയ പിതൃക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ഭക്തിപുരസരം ബലിയിടും. എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക. ഇപ്പോൾ കർക്കിടക മാസത്തെക്കുറിച്ചും കർക്കിടക മാസത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചും കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലായി എന്ന് കരുതുന്നു. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ നമുക്ക് കാണാം.